ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ഈ ഒരു മെമ്പേഴ്സ് ഓൺലി ക്ലാസ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. അപ്പോൾ മെമ്പേഴ്സ് ഓൺലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തോന്നാൻ കാരണം നമുക്ക് ഈ ഒരു ചാനലിൽ നിന്നും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ലെവലും, അതായത് 0 ലെവൽ മുതൽ ഏറ്റവും ഹൈ ലെവൽ വരെ മലയാളത്തിൽ എവിടെയും കിട്ടാത്ത രീതിയിലുള്ള ക്ലാസ്സസ് തരണം എന്നുള്ള രീതിയിലാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ ചില ഹയർ ലെവലുള്ള ക്ലാസ്സിൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ബേസിക് ലെവൽ മുതൽ കയറി നമ്മൾ ഒരു ലെവലിലോട്ട് എത്തുന്ന സമയത്ത് പുതിയ കുട്ടികൾ വരും. അപ്പോൾ പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് അവർ വന്ന് കാണുന്നത് ചിലപ്പോൾ ഈ ക്ലാസ് തൊട്ടായിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ നമുക്കൊരു ബിൽഡിംഗ് ബ്ലോക്ക് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്യത്തില്ല, ഇത് മനസ്സിലാവത്തില്ല. അപ്പോൾ അവർക്ക് ആ വീഡിയോ ഇത് എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്, ഒന്നും മനസ്സിലാക്കിയല്ല പഠിപ്പിക്കുന്നത്, അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയാണ് ഒരു പ്രത്യേക സെറ്റിലോട്ട്, അതായത് ആ പഠിച്ച് വരുന്നവർക്ക് എന്തായിരിക്കണം, തുടക്കം മുതൽ ആ അവസാനം വരെ ആ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് വീഡിയോസ് അവർക്ക് തുടക്കം മുതൽ ഒരു കോഴ്സായിട്ട് എന്ത് ചെയ്യണം, അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ അങ്ങനെ പോകുന്നതിൽ ഉപരി വിചാരിച്ചു യൂട്യൂബ് വഴി ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുണമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ മെമ്പേഴ്സ് ഉള്ളി വീഡിയോസ്, അതായത് നമ്മുടെ ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവം, എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ കയറിയിട്ട് മാഗ്ന മെൻറ്റർ എന്ന് സെർച്ച് ചെയ്യുന്നു. മാഗ്ന മെൻറ്റർ മലയാളം അല്ലെങ്കിൽ മാഗ്ന മെൻറ്റർ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ വരുന്നു. SSC RRB ബാങ്ക് അതെടുക്കുന്നു. അതിൽ നമുക്ക് പ്ലേലിസ്റ്റ് നോക്കാം. അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ജോയിൻ എന്ന് പറഞ്ഞ ബട്ടണുണ്ട്. ആ ജോയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഇത് കാണാൻ പറ്റും. ഒന്ന് കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ്, അടുത്തത് ഓൾ ആക്സസ് പാസ്. അപ്പോൾ ഈ കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിൽ എന്താണുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിൽ നമ്മൾ അത് എല്ലാവർക്കും ഏറ്റവും തുടക്കത്തെ ലെവലാണ്. അപ്പോൾ അതിൽ നിങ്ങൾ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ് മാത്സ് സ്പെഷ്യൽ ബാച്ച് ഫോർ SSC RRB. അപ്പോൾ ഇതുകൊണ്ട് ഇതിനകത്ത് എവിടെ മുതലുള്ള വീഡിയോകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്ലാസ് 1 മുതൽ ഇപ്പോൾ 82 വീഡിയോസായി അതിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരും ലൈവ് വരണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് 82 ക്ലാസ് ഒന്നാമത്തെ ക്ലാസ് മുതൽ റെക്കോർഡ് കണ്ടാൽ മതി. ഒരു നിർബന്ധമില്ല ലൈവ് കാണണമെന്ന്, റെക്കോർഡ് ക്ലാസ് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എടുക്കുന്നവർക്ക് എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി എല്ലാവർക്കും ഓപ്പൺ ആണ്. സെക്കൻഡ് ക്ലാസ് മുതൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലാണ് ഈ ഒരു മാത്സ് സ്പെഷ്യൽ ബാച്ച്. അപ്പോൾ ഈ ബാച്ച് കണ്ടാൽ നിങ്ങൾക്ക് വേറെ ഒരു ക്ലാസ്സും എടുക്കേണ്ട ആവശ്യമില്ല, എവിടെയും പോയി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ്, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ അങ്ങനെ പോയി നമ്മൾ ആദ്യത്തെ 20 ക്ലാസ് ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. മസ്റ്റായിട്ടും ഇത് കണ്ടിട്ട് വേണം അടുത്ത ക്ലാസ്സിലോട്ട്, ചാപ്റ്റേഴ്സിലോട്ട് തുടങ്ങും. പിന്നെ റേഷ്യോ പ്രൊപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അതും വെറുതെ അല്ല, റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ക്ലാസ്സുകളുടെ എണ്ണം നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ പിനാക്കിളിൻ്റെയും റെയിൽവേയുടെയും അതുപോലെ SSCയുടെയും ബുക്കിലെ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ LCM SAF അതുപോലെ തന്നെ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ LCM SAF ഇപ്പോൾ കഴിയാറായി, അതും അതേപോലെ ചെയ്ത് അടുത്ത ചാപ്റ്റർ പെർസെൻറ്റേജ് അങ്ങനെയായിരിക്കും ഇവിടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു പോർഷനാണ് കംപ്ലീറ്റ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രയാസമാണ്. അപ്പോൾ ഞാൻ അതും യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഇട്ട സമയത്ത് വലിയ റെസ്പോൺസ് ഒന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് അത്രയും പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ തന്നെ വന്നിട്ട് അവിടെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. ഇതും എന്താണ് ആദ്യത്തെ ക്ലാസ്സുകൾ ഒരു 5 ക്ലാസ് വരെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവരെ നിങ്ങൾക്ക് ഉണ്ട്. അതായത് 6ാമത്തെ ക്ലാസ് മുതൽ എന്ത് ചെയ്യണം, ഇതിൽ ജോയിൻ ചെയ്യണം. അത് സെയിം തന്നെ കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷിൽ രണ്ടും വരുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ. ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അതിന് എല്ലാ ദിവസവും ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ എവിടെ വരെ ആയി, നമുക്ക് സബ്ജക്റ്റ് വെബ് എഗ്രിമെൻറ്റ് 4 ക്ലാസ് വരെ ആയി, അതിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെയും കംപ്ലീറ്റ് പ്രോബ്ലവും ഇവിടെ തീരും. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ കൂടുതലുള്ള കാര്യം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇതിൽ കംപ്ലീറ്റ് ഈ മാത്സ് ആൻഡ് ഇംഗ്ലീഷിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് മെമ്പർഷിപ്പ് കൂടാണ്. അപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് തരാൻ വേണ്ടിയാണ് നമുക്കൊരു ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ടെലിഗ്രാം ചാനൽ. ഇത് ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടില്ല, എല്ലാവർക്കും വന്ന് ഷെഡ്യൂൾ പഠിക്കുന്നവർക്ക് പഠിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് സ്ഥലത്തിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്നാ നോക്കണം, ജൂണിലാണ്. ജൂൺ തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. കുട്ടികൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഞാൻ അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന മെമ്പർഷിപ്പും എന്തൊക്കെയാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ടാസ്കുകൾ ഇടുന്നുണ്ട്. നിങ്ങളിത് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പഠിക്കുന്നവർ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ ജൂൺ 10 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടാർഗറ്റുകൾ കൊടുക്കുന്നുണ്ട്. ജൂൺ 10 നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ജൂൺ 10 മുതൽ അപ്പം നിങ്ങൾ പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ തൊട്ട് ഈ ജൂൺ 11 ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ജൂൺ 11 എന്താണ്, ജൂൺ 11 ജൂൺ 12 ജൂണിന് 12 ജൂണിന് 13 ജൂണിന് 14 ജൂണിന് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇന്നാണ്, ഇപ്പോൾ ഒക്ടോബർ 1 ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഒക്ടോബർ 1 ജൂൺ 11 കൺവേർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ജൂൺ 11 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം
നിങ്ങളുടെ ഒക്ടോബർ 1 ആ ദിവസം അതുമായിട്ട് കൺവേർട്ട് ചെയ്യുക, ആ വീക്കിലെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തിനാണത് ചെയ്യുന്നതെന്നെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓരോ വോയിസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തതിന് ശേഷം, ക്ലാസ് എടുത്തതിന് ശേഷം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഈ ടെലിഗ്രാം ചാനൽ അതിൻ്റെയൊക്കെ ലിങ്ക് ക്ലാസ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ ഇതുവരെയുള്ള ആ ഒരു മെസ്സേജ് ഞാൻ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ പരിപാടികളാണ് അവിടെ നടക്കുന്നതെന്ന് ഒരു മണിക്കൂർ നിങ്ങളൊന്ന് കേട്ട് ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ടാസ്കുകൾ ചെയ്യാൻ തുടങ്ങുക. ജൂൺ 11 മുതൽ ടാസ്കുകൾ ചെയ്യാൻ തുടങ്ങുക. എല്ലാ കാര്യങ്ങളും മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, അതുപോലെ GK. മാത്സിൻ്റെ ഓരോ ചാപ്റ്റർ തീർന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഒരുപാട് പേർക്ക് നല്ല വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, CGL 2026 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ CGL, CHSL ഏത് എക്സാമില്ല, റെയിൽവേ എല്ലാ എക്സാമും 2026 വേണ്ടിയുള്ള എക്സാമുകൾക്ക് വേണ്ടി. പിന്നെ ഒരു എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് എന്നല്ല, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ SSCയുടെ റെയിൽവേയുടെ ഏത് എക്സാം അടുത്ത വർഷം എഴുതുന്നു, ഇപ്പോൾ കംപ്ലീറ്റ് ആവുന്നത് ഞാൻ പറയുന്നില്ല, കംപ്ലീറ്റ് ആവുന്നത് ബെസ്റ്റ് ആയിട്ടായിരിക്കും. 2026 എക്സാമിന് മുമ്പേ എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സാംസിന് മുമ്പേ ഇത് കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ 2026 വേണ്ടി പഠിക്കുന്നവർ ബേസ് ലെവൽ മുതൽ പഠിക്കണം എന്നുള്ളവർ, ബേസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് ബേസിക് മാത്രമല്ല, നിങ്ങൾ ഇതിൻ്റെ ക്ലാസ്സുകളുടെ ക്വാളിറ്റി കാണുമ്പോൾ, എൻ്റെ PDF ഒക്കെ എടുത്ത് ഇതിനകത്തുണ്ട് ഫസ്റ്റ് റേഷ്യോയുടെ. അപ്പോൾ ആ ക്ലാസ് നോട്ട് കാണുമ്പോൾ മനസ്സിലാവും ഏത് ലെവലിൽ, ഏറ്റവും ചെറിയ ലെവൽ മുതൽ എത്ര ഹൈ ലെവൽ വരെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം മെത്തേഡ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതെടുക്കാം. ഇനി ഇതെന്താണ് ഇവിടെ ഓൾ ആക്സസ് പാസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ വ്യത്യാസം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, ഇതെങ്ങനെ ജോയിൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഓൾ ആക്സസ് പാസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് വേറെ ഇവിടെ ഞാൻ വിചാരിച്ചു ഓരോ എക്സാമിനും ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഓരോ ചെറിയ ഇതിൽ എന്ത് ചെയ്യാം, ഓരോ ക്ലാസ്സിൽ ഇപ്പോൾ CGL 25 വേണ്ടി ഒരു സെപ്പറേറ്റ് മെമ്പർഷിപ്പ് പോലെ ഇത് തുടങ്ങാം. പക്ഷേ ആ ഒരു ഫെസിലിറ്റി ഇതിനകത്ത് അവൈലബിൾ അല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ലെവലിൽ നമുക്ക് അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഓൾ ആക്സസ് പാസിനകത്ത് ഞാൻ വിചാരിച്ചു ഈ ഒരു ഇതെടുക്കുന്നവർക്ക് ഈ എല്ലാം, അതായത് ഇനി വരാൻ പോകുന്ന എല്ലാ ബാച്ചും, ഞാൻ ഇപ്പം CGL മെയിൻസിൻ്റെ ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. CGL മെയിൻസിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, സീരിയസ് ആയിട്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ട് ആ CGL മെയിൻസിൻ്റെ ബാച്ചുകളുണ്ട്, എല്ലാം ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. CGL മെയിൻസിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റ് എടുത്തതിന് ശേഷം ഇതാണ് CGL മെയിൻസിൻ്റെ. ഓൾറെഡി എത്ര ക്ലാസ്സായി, പെർസെൻറ്റേജിൻ്റെ 6 ക്ലാസ്സായി. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ 6 ക്ലാസ്, ഒന്നാമത്തെ ക്ലാസ് എല്ലാവർക്കും ഓപ്പൺ ആയിരുന്നു. അടുത്ത മൂന്നാമത്തെ ക്ലാസ് എന്ത് ചെയ്യണം, അത് ജോയിൻ ചെയ്യണം. അതിനകത്ത് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യമെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ മെയിൻസിൻ്റെ ബാച്ചും അത് ഇനി അടുത്ത റെയിൽവേയുടെ ബാച്ച്, NTPCയുടെ ബാച്ച്, ഇപ്പോൾ ഏത് എക്സാമാണോ വരുന്നത് അതിനൊരു 3-4 മാസം മുന്നേ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ബാച്ച് തുടങ്ങും. എന്നിട്ട് ഇപ്പോൾ ഇതിപ്പം കഴിഞ്ഞിട്ട് അടുത്ത എക്സാമിൻ്റെ ഒരു ബാച്ച് തുടങ്ങും. അപ്പോൾ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി വരാൻ പോകുന്നതല്ല, നിങ്ങൾക്ക് ഈ ഒരു മെമ്പർഷിപ്പ് ഇതുപോലെ നമ്മുടെ YouTube പ്രീമിയം പോലാണ്, അല്ലെങ്കിൽ നമ്മുടെ ChatGPT ഒക്കെ പോലാണ്. നിങ്ങൾക്ക് എപ്പോൾ ആ മെമ്പർഷിപ്പ് ഉണ്ടോ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട, ഇപ്പം പിറ്റേന്ന് തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അത് ഒരു മാസത്തേക്ക് കാണും. പിന്നെ അടുത്ത മാസം മുതൽ നിങ്ങൾ എന്നില്ല ചാർജ് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, വന്നെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് എല്ലാം കൂടെ എടുത്ത് കാണണം, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷേ എല്ലാം കൂടെ എടുത്ത് കാണുന്ന പ്രശ്നമുണ്ട്. പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയി പഠിക്കാം. അപ്പോൾ ഈ മെയിൻസിൻ്റെ പ്രാക്ടീസ് ബാച്ചിൽ നിങ്ങൾ അതെടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെയും ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അവിടെ കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ടെലിഗ്രാം ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, പഠിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്നും എല്ലാ ടാസ്കുകളും എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ മെയിൻസിൻ്റെ ഗ്രൂപ്പിൽ ടാസ്കുകൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. നമ്മൾ ഈ ഒരു 90 ദിവസം കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ആക്കാം. ഇതുപോലെ ഓരോന്നിനും എന്തൊക്കെ ചെയ്യണം, ഓരോ ദിവസം എന്ത് ചെയ്യണം, ഒരു ആഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഞായറാഴ്ചയും കൊടുക്കും റീസണിങ്ങിന് എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് സ്ട്രിക്ട്ലി പ്രൈവറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഇത് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. 29 ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം, ഈ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾ പോയാൽ മാത്രം മതി. മാത്സിൻ്റെ എല്ലാത്തിൻ്റെ ഷെഡ്യൂളുണ്ട്. അതുപോലെ ക്ലാസ് ഇടുന്ന ലിങ്കും എവിടെ ആയിരിക്കും ഇടുന്നത്, ഈ ഒരു ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്. ഓക്കെ, മറ്റേത് എല്ലാവർക്കും ഓപ്പൺ ആണ്. ഇത് എന്താണ്, ഈ ഒരു മെയിൻസിൻ്റെ ബാച്ചിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എങ്ങനെ ജോയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഗൂഗിൾ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ലോഗിൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി നമ്മുടെ എങ്ങനെയാണോ യൂട്യൂബ് പ്രീമിയം അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത്, യൂട്യൂബ് പ്രീമിയം, നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കാർഡോ എന്തെങ്കിലും ആഡ് ചെയ്ത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഇതിൽ നല്ലൊരു ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കത്തില്ല. വിത്ത് മെൻറ്റർഷിപ്പ് പഠിക്കുന്നവർക്ക് പഠിക്കാം. എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇത് വീഡിയോ ഒന്നും ചെയ്തിട്ട് വരുന്നില്ല കാര്യമല്ല. കാര്യം വീഡിയോ കാണുന്നവർ മാത്രം, സീരിയസ് ആയിട്ടുള്ളവർ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ഇതാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കൂടെ നിൽക്കുവാണെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.